ജനനായകൻ vs പ്രഭാസിന്റെ രാജാസാബ്. ഇതുവരെ രണ്ട് സിനിമകളിൽ നിന്നും വന്ന അപ്ഡേറ്റുകൾ വെച്ചും ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകൾ വെച്ചും ഇവരെ കമ്പയർ ചെയ്യാം. ആദ്യം തന്നെ ജനനായകന്റെ ജേണർ എന്താന്ന് നോക്കാം. പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ജനനായകന്റേത്. ഈ സിനിമയിൽ ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ടെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. ഈ ഒരു ഇതാണ് ഭഗവത് കേസരി ഇന്ന് റീമേക്ക് ആയിട്ട് എടുത്തെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇത് റീമേക്ക് അല്ല, റൈറ്റ്സ് മേടിച്ചിട്ടാണ് അത് ചെയ്തതെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് പ്രഭാസിന്റെ രാജാസാബിലോട്ട് പോകാം. ഈ സിനിമയുടെ ജനർ എന്ന് പറഞ്ഞാൽ ഹൊറർ കോമഡി ആക്ഷൻ മൂവിയാണ്. പിന്നെ ഈ വീഡിയോ കമന്റ് ചെയ്യാൻ വരുന്ന ചില പ്രഭാസ് ഫാൻസിനെ കാണാം. ശരിക്കുള്ള പ്രഭാസ് ഫാൻസ് അല്ല, വിജയ് ഹേറ്റർ ആയതുകൊണ്ട് ചില കുരുവെട്ടി അണ്ണന്മാരുണ്ട്. അതുകൊണ്ട് പ്രഭാസ് ഫാൻ ആയവരെയാണ് പറഞ്ഞത്. വിജയ് സിനിമയോട് ഏത് സിനിമയെ ക്ലാഷ് വെക്കുന്നത് അവന്മാരോട് മരങ്ങ് നിൽക്കും. ഇപ്പൊ പരാശക്തി ആണെങ്കിൽ പരാശക്തി, രാജാസഭ ആണെങ്കിൽ രാജസഭ, അങ്ങനെ അങ്ങ് പോകും. ഇവന്മാരോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് നമ്മുടെ വീഡിയോട്ട് തിരിച്ചു പോകാം. ഒന്നാമതായി നമുക്ക് ബോക്സ് ഓഫീസ് പവർ തന്നെ എടുക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തലപതി നമ്മുടെ സൗത്ത് ഇന്ത്യ ബോക്സ് ഓഫീസിന്റെ കിങ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെന്താ അങ്ങനെ പറയുന്നത് വെച്ചാൽ പുള്ളിയുടെ സിനിമ എന്ന് വെച്ചാൽ തിയേറ്റർ ഓണേഴ്സിന് ഗ്യാരണ്ടി ആയിട്ടുള്ള സിനിമകളാണ്. വിജയ് സിനിമ എന്ന് പറഞ്ഞ ഒരു ഗ്യാരണ്ടി പോലെ 400 കോടി മിനിമം കൺഫേം ആയിരിക്കും. വിജയുടെ അവസാനമായിട്ട് ഇറങ്ങിയ ഗോഡിന് പോലും ബിലോ ആവറേജ് റിപ്പോർട്ടാണ് കിട്ടിയത് എന്ന് വെച്ചാൽ മിക്സ്ഡ് റിവ്യൂ. എന്നിട്ടും അങ്ങനെ ഒരു സിനിമയ്ക്ക് കിട്ടിയത് 450 കോടി രൂപയാണ്. അപ്പോൾ ഈ വരായിരിക്കുന്ന ജനനായകന് നെഗറ്റീവോ മിക്സ്ഡ് റിവ്യൂ കിട്ടിയ മിനിമം 450 കോടി ഗ്യാരണ്ടിയാണ്. ഒരു വിജയ് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മൂവി കഴിയുമ്പോഴത്തേക്കും കളക്ഷൻ കൂട്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ സിനിമയ്ക്ക് 400 ആണെങ്കിൽ ഇപ്പൊ വരായിരിക്കുന്ന സിനിമയ്ക്ക് 450 കോടിയായിരിക്കും കിട്ടുന്നത്. ഇപ്പൊ ചിലവന്മാർ വേണമെങ്കിൽ പറയാം അപ്പോൾ ലിയോയോ എന്ന്. അത് ശരിയാണ്, ലിയോയേക്കാൾ കളക്ഷൻ കുറവാണ് ഗോട്ടിന്. എന്ന് വെച്ചാൽ അങ്ങനെ കുറവൊന്നും അല്ലല്ലോ. മാക്സിമം പോയ 50-100-നുള്ളിലാണ് കുറവ് വന്നിരിക്കുന്നത്. ഇനി പ്രഭാസിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, തലപതിക്ക് ഇതൊരു പോസിറ്റീവ് റിപ്പോർട്ട് ആയിട്ടുള്ള സിനിമ വന്നിട്ടില്ല. ഇനി നമുക്ക് പ്രഭാസിന്റെ ബോക്സ് ഓഫീസ് പവർ എന്തോന്ന് നോക്കാം. പ്രഭാസ് എന്ന് പറഞ്ഞൊരു പാൻ ഇന്ത്യ സ്റ്റാർ ആണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ബാഹുബലി എന്ന സിനിമ കാരണമാണ്. ഞാൻ തലപതിയുടെ കാര്യം പറഞ്ഞ പോലെ പുള്ളി എന്ന് പറഞ്ഞാലും ഒരു ഗ്യാരണ്ടിയാണ്. പുള്ളിയുടെ മൂവിക്ക് ഇത്രത്തോളം കളക്ഷൻ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. ഇപ്പൊ പ്രഭാസിന്റെ ബാഹുബലി കഴിഞ്ഞിറങ്ങിയ സിനിമയാണ് സഹോ. പ്രഭാസിന്റെ ബാഹുബലി കഴിഞ്ഞിട്ടുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ മൂവി ടീം കൊടുക്കാതെ തന്നെ സിനിമയ്ക്ക് ഓൾറെഡി ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സിനിമ നെഗറ്റീവ് റിവ്യൂ നേടിയെങ്കിലും 450 കോടികളും കളക്ട് ചെയ്തു. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഞാൻ നമ്മൾ തലപതിയുടെ കേസ് പറഞ്ഞാൽ തലപതിയുടെ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ ഗ്രോസ് കൂടി വരുന്നു. ലിയ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗോട്ടിന് കുറച്ച് കളക്ഷൻ കുറവാണെന്ന്. ആ കമ്പാരിസൺ ഇവിടെ നോക്കിക്കേ, ബാഹുബലി കഴിഞ്ഞിട്ട് സഹോ ഇറങ്ങുന്നു. അതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് നോക്കിക്കേ, 1000 കോടിക്ക് മുകളിലാണ് ഡിഫറൻസ് വരുന്നത്. പ്രഭാസിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സഹോ കഴിഞ്ഞ് അടുത്ത വന്നെന്ന് പറഞ്ഞ രാധേശ്യാം, ആ സിനിമ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിവ്യൂ മാത്രം നേടിയത്. എന്നിട്ട് ആ സിനിമ കളക്ട് ചെയ്തതോ വെറും 150 കോടി മാത്രം. അതേ വർഷം തന്നെ ഇറങ്ങി വിജയുടെ ബീസ്റ്റ്, അത് അങ്ങേയറ്റം നെഗറ്റീവ് മേടിച്ച സിനിമ KGF 2 ക്ലാഷ് വെച്ചിട്ട്. എന്നിട്ട് ആ സിനിമ നേടിയതോ 250 കോടികളാണ്. കണ്ടോ, ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇതിന് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത്. ഈ പ്രഭാസിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യൻ റിലീസ് ആയിരിക്കും വരുന്നത്. പക്ഷെ നമ്മുടെ തലപതിയുടെ സിനിമയൊന്നും ഇതുവരെ പ്രോപ്പർ ആയിട്ട് പാൻ ഇന്ത്യൻ റിലീസ് ചെയ്തിട്ടില്ല. എന്നിട്ട് തന്നെ നോക്കിക്ക്, ബാഹുബലി എന്ന് പറഞ്ഞ കൂറ്റൻ സിനിമ കഴിഞ്ഞിട്ട് വരുവാണ് പ്രഭാസ്. എന്നാൽ നമ്മുടെ അണ്ണന് പ്രോപ്പർ പാൻ ഇന്ത്യൻ റിലീസ് പോലും ഇല്ലാതെ KGF 2 കൊണ്ട് ക്ലാഷ് വെച്ചിട്ട് 250 കോടി. പിന്നെ അടുത്തായിട്ട് പ്രഭാസിനായിട്ട് ഇറങ്ങിയ സിനിമ ആദിപുരുഷ്. അതിന്റെ അവസ്ഥയൊന്നും നമുക്കറിയാം. രാമായണത്തെ കൊണ്ട് അങ്ങനെ കൊണ്ട് വെച്ച് എന്റെ രാമ അങ്ങേറ്റ പ്രൊമോഷനൊക്കെ കൊടുത്തുകൊണ്ട് 400 കോടി കിട്ടി. അതെങ്ങനെയോ. പക്ഷേ അതിന്റെ ബഡ്ജറ്റിന്റെ കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ. 700, 600, 800, 900 അങ്ങോട്ടാണ്. അത് കഴിഞ്ഞിട്ട് വന്ന സിനിമ സലാർ എന്ന് പറഞ്ഞാൽ കീടിലൊരു സിനിമയാണ്. മിക്സഡ് റിവ്യൂ മേടിയെങ്കിലും പക്ഷെ അതൊരു കീടിലെ സിനിമയാണ്. അതിന്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കട്ട വെയിറ്റിംഗ്. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന് ഇച്ചിരിയെങ്കിലും ഉയർച്ച ഉണ്ടെങ്കിൽ അത് സലാറിലൂടെ മാത്രമാണ്. അത് കഴിഞ്ഞിട്ടുള്ള സിനിമയാണ് അവസാനമായിട്ട് ഇറങ്ങിയ കൽക്കി. ആ സിനിമയുടെ കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ. കീടിലൊരു സിനിമയാണ്. മേക്കിംഗ് ആയാലും എന്തുകൊണ്ടും മികച്ചൊരു സിനിമയാണ്. അത് പ്രഭാസിന്റെ സിനിമയാണെന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, മൾട്ടി സ്റ്റാർ സിനിമ എന്നാണെന്ന് പറയാം. അമിതാഭ് ബച്ചനായാലും കമൽഹാസനായാലും അങ്ങനെ കുറേ ആൾക്കാർ. ആ സിനിമയ്ക്ക് എല്ലായിടത്തും നിന്നും പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരുന്നത്. 1100 കോടിയോളം സിനിമ കളക്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഇതിനിടയ്ക്കൂടെ ഒരു കാര്യം കൂടെ പറയാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റ്. ബാക്ക് ടു ദ വീഡിയോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ, വിജയ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ലോഞ്ചിന് മാത്രമേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ മറ്റുള്ള പ്രൊമോഷനൊന്നും പോകത്തില്ല. ഇപ്പൊ ജനനായകന്റെ തന്നെ എടുത്തോ, ഓഡിയോ ലോഞ്ച് കഴിഞ്ഞു, പ്രൊമോഷനും കഴിഞ്ഞു. ഇനി അടുത്തായിട്ടുള്ള എന്തോ ട്രെയിലർ തന്നെ. ഇപ്പോഴത്തെ ഒരു കാര്യം ഓർത്ത്, ട്രെയിലർ ജനുവരി 2-ാം തീയതി കാണുമെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. ഇനി രണ്ടുപേർക്കും എവിടെയാണ് കൂടുതൽ കളക്ഷൻ കിട്ടാൻ ചാൻസ് ഉള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ജനനായകന്റെ നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, തലപതി എന്ന് പറഞ്ഞ സൗത്ത് ഇന്ത്യയുടെ തന്നെ ബോക്സ് ഓഫീസ് കിങ് ആണ്. ഇങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ ഏത് സിനിമയ്ക്ക് ഇവിടെ കയറി പണിയാൻ പറ്റത്തുള്ളൂ. തലപതി ഇവിടുന്ന കളക്ഷൻ വേറെ ഒരാൾക്കും ഇവിടെ ഒന്നിടാൻ പറ്റത്തില്ല. ഇതിപ്പോ സൗത്ത് ഇന്ത്യയുടെ കാര്യമല്ല. ഇനി നമുക്ക് നേരെ നോർത്തിലോട്ട് പോകാം. നോർത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരെ തിരിയും. നോർത്തിലൊന്നും വിജയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നോർത്ത് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 60 ദിവസങ്ങളിൽ സിനിമ തിയേറ്ററിൽ ഓടണമെന്നാണ്. അത് നോർത്തിൽ അത്രയും നാളൊന്നും ഓടിക്കത്തില്ല. കാരണം അതിന് മുമ്പ് OTT-യിലൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് സിനിമയുടെ OTT റൈറ്റ്സ് ഒക്കെ മേടിക്കത്തില്ല. അപ്പോഴത്തേനും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യില്ല OTT-യിൽ ഇറങ്ങുന്നതിന്റെ. അതായത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം പോയ 1 മാസത്തോളമൊക്കെ തിയേറ്ററിൽ സിനിമ ഓടാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവിടെ പറ്റാത്തതും. നോർത്തിൽ മിനിമം 60 ദിവസമെങ്കിലും ഓടിയിരിക്കണം. അതിന് OTT സമ്മതിക്കൂല. അതുകൊണ്ടാണ് തലപതിക്ക് നോർത്തിൽ നിന്ന് കൂടുതൽ കളക്ഷൻ കിട്ടാത്തത്. തലപതിക്ക് നിന്ന് മാത്രമല്ല, തമിഴ് ഇൻഡസ്ട്രിക്കും അധികം അവിടുന്ന് കളക്ഷൻ കിട്ടാത്തത്. ഇനി 2 സിനിമയുടെ പോസിബിലിറ്റീസ് നോക്കാം. ഈ സിനിമ ഇങ്ങനെ വന്നാൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നോക്കാം. ഇനി ഇപ്പൊ 2 സിനിമയ്ക്ക് പോസിറ്റീവ് വന്നിരിക്കട്ടെ. ജനനായകനും പോസിറ്റീവ്, രാജസാബിനും പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ സൗത്ത് പ്ലസ് ഓവർസീസിലൊന്നും പ്രവാസിന് ഇനി കളക്ഷൻ നോക്കുകയും വേണ്ട, അത് തലപതി തൂക്കിയിരിക്കും. ഇന്നലെ വരെ UK-യിൽ വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണം നോക്കിയാൽ ജനനായകൻ 33K-യും രാജാസാബിന്റെ നോക്കിക്കഴിഞ്ഞാൽ വെറും 12K മാത്രം. എത്രത്തോളം ഡിഫറൻസ് ആണെന്ന് നോക്കിക്കേ. ഇനി 7-8 ദിവസത്തോളം ബാക്കി ഉണ്ടായിട്ടും ഇമാതിരി കൊല തൂക്ക്.
ഇനി രാജാസാബിന് പോസിറ്റീവ് വരാണെങ്കിൽ അവിടുത്തെ കളക്ഷൻ മൊത്തം പ്രഭാസും തൂക്കും. ഇനിയിപ്പോൾ രണ്ട് സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂ വരുന്നതെന്ന് വെച്ചോ, അപ്പോഴും ഓൾമോസ്റ്റ് സെയിം അവസ്ഥ തന്നെ ആയിരിക്കും. ജനനായകന് ക്ലാഷ് ആയിട്ട് പരാശക്തിയും വരുന്നുണ്ട്, അജിത്തിന്റെ മങ്കാത്ത റിലീസും ചെയ്യുന്നുണ്ട്. അത് ഇതിന് നോക്കണ്ട, നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യാം. ഇനിയിപ്പോൾ രണ്ട് സിനിമയ്ക്ക് നെഗറ്റീവ് വരുന്നതെന്ന് വെച്ചോ, സൗത്ത് പ്ലസ് ഓവർസീസ് തലപതി തൂക്കും, പിന്നെ നോർത്തും തലപതിക്ക് കുറച്ച് കിട്ടാൻ ഹൈലി ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബാഹുബലി കഴിഞ്ഞിട്ടുള്ള പ്രഭാസിന്റെ മൂവീസിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെ. എങ്ങനെയൊക്കെ പോയാലും രണ്ട് സിനിമയ്ക്കും 400-450 കോടി ഗ്യാരണ്ടി ആയിരിക്കും. ഇനി രാജാസാബിന് പോസിറ്റീവ് വരുന്നെങ്കിൽ 1000 കോടി എന്തായാലും അടിച്ചിരിക്കും. കാരണം പ്രഭാസിന് നോർത്തിന് നല്ല പിടിപാടുള്ളതുകൊണ്ട്, അത് മറ്റുള്ള ഇൻഡസ്ട്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലുതായതുകൊണ്ട് ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ ജനനായകന് പോസിറ്റീവ് വന്നിട്ട് 1000 കോടി അടിക്കുമെന്ന് ചോദിച്ചാൽ ഡൗട്ട് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒറ്റ കാരണമേ ഉള്ളൂ, നോർത്തിന് കളക്ഷൻ വരത്തില്ല. കാരണം പ്രഭാസിന്റെ രാജാസഭ ഉള്ളതുകൊണ്ട്. മിക്സ്ഡ് റിവ്യൂ എന്ന ലിയോ വരെ 600+ CR തൂക്കി. ഇനിയിപ്പോൾ ജനനായകന് പോസിറ്റീവ് വന്നാൽ 800 കോടി എന്നാലും അടിച്ചിരിക്കും. അത് 100% ഉറപ്പാണ്. 1000 കോടി അടിക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനൊരു സിനിമ ഉള്ളതുകൊണ്ട് ചാൻസ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ തമിഴ് ഇൻഡസ്ട്രിക്ക് ഒരു 1000 കോടി വരണമെങ്കിൽ ഒന്നെങ്കിൽ ജയിലർ 2 കൊണ്ട് പറ്റുമായിരിക്കാം, അല്ലെങ്കിൽ തലേറെ കൊണ്ടേ പറ്റും. അല്ലെങ്കിൽ മറ്റൊരു രീതി ചിന്തിച്ചാൽ ഒന്നെങ്കിൽ തലപതി കമ്പാക്ക് വരണം, അല്ലെങ്കിൽ കൈലി 2 ലിയോ 2 അങ്ങനെ എന്തെങ്കിലും വന്നേ പറ്റും. പിന്നെ ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ, നമ്മുടെ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വീഡിയോ നല്ല എഫേർട്ട് എടുത്താണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പൊങ്കൽ ജനനായകൻ തൂക്കുവോ, രാജാസാബ് തൂക്കുവോ, അതോ പരാശക്തി ഒന്ന് തൂക്കുവോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു? താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതിലും നല്ലൊരു വീഡിയോ ഇട്ടെത്താം. അതുവരേക്കും